കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആനക്കഥയാണ്. ഐതിഹ്യമാലയിൽ നിന്നെടുത്തൊരു ആനക്കഥ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. ശകലം ഒരു ഇച്ചിരി നീണ്ടൊരു കഥയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഥയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ കഥ കേട്ടോളൂ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യഭാജനമായ ഗജവീരനായിരുന്നു വൈക്കത്ത് തിരുനീലകണ്ഠൻ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലായിരുന്നു ആ കുട്ടിയാനെ ആദ്യം എഴുന്നള്ളിച്ചത്. താമസിയാതെ വൈക്കത്തേക്ക് വിടുകയും ചെയ്തു. സന്ധ്യവേള മുതൽ ഉത്സവകാലം മുഴുവനും എഴുന്നള്ളത്തിന് വേലായുധൻ എന്ന ആനയ്ക്ക് തുണയായി ഉണ്ടായിരുന്ന കരിവീരൻ വിരൂപാക്ഷൻ ചെരിഞ്ഞ ഒഴിവിലാണ് നീലകണ്ഠൻ്റെ വരവ്. പ്രായവും പക്വതയുമുള്ള വേലായുധന് തുണയായി ചെന്ന നീലകണ്ഠൻ താമസിയാതെ പ്രധാനിയായി മാറി. ഭംഗിയും തലയെടുപ്പും കൊണ്ട് വളരെ വേഗം വേലായുധന് മുകളിലെത്താൻ നീലകണ്ഠന് സാധിച്ചു. വൈക്കത്തെ പ്രധാന ഉത്സവ ദിനമായ അഷ്ടമി ദിവസം ആ ഗജരാജകുമാരൻ്റെ തല ഉയർത്തിപ്പിടിച്ചുള്ള ആ നിൽപ്പ് ഒന്ന് കാണുക തന്നെ വേണം. വിരിഞ്ഞ മസ്തകം, ഉയർന്ന തലക്കുനി, നീണ്ടുരുണ്ട കൊമ്പുകൾ, വിശാലമായ ചെവികൾ, ഇവയെല്ലാം തികഞ്ഞ നീലകണ്ഠന് മുമ്പിൽ വേലായുധൻ വെറും നിസാരനായിരുന്നു. താളത്തിൽ ചെവിയാട്ടിയുള്ള ആ നിൽപ്പ് കാണാൻ ജനസമുദ്രം അവിടെ തടിച്ചുകൂടുമായിരുന്നു. സാധുശീലനും ബുദ്ധിമാനുമായിരുന്നുവെങ്കിലും നമ്മുടെ നീലകണ്ഠന് ഒരിക്കലൊരു കൈപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. ചേർത്തലയിൽ വെച്ചായിരുന്നു ആ ദാരുണ സംഭവം. ഒരു ദിവസം എഴുന്നള്ളിപ്പിനായി ചേർത്തലയ്ക്ക് പോകും വഴി അവന് പഴം, ശർക്കര, നാളികേരം മുതലായവ പലരും സമ്മാനിച്ചു. ചിലർ പഴക്കുലകൾ കൊടുത്ത് അവനെ സൽക്കരിച്ചു. ഇതെല്ലാം കാലങ്ങളായി പതിവുള്ളതാണ്. അവൻ്റെ അവകാശമായിട്ടുണ്ട് ആ സ്വീകരണം എന്ന സ്ഥിതിയുമാണ്. ഉപഹാരങ്ങൾ സ്വീകരിച്ച് തെല്ലൊരു അഹങ്കാരത്തോടെ മുന്നേറിയ നീലകണ്ഠനെ കണ്ടിട്ട് കണ്ട മട്ട് കാണിക്കാതെ നിൽക്കുന്ന ഒരു പഴക്കച്ചവടക്കാരൻ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആഹാ, അത് ശരിയല്ലല്ലോ എന്ന മട്ടിൽ ഒരു വലിയ പഴക്കുലയിൽ പിടുത്തമിട്ട് നീലകണ്ഠൻ. കച്ചവടക്കാരൻ്റെ ഭാര്യ ഇത് കണ്ട് കൊലയുടെ മറുതലയ്ക്ക് പിടിച്ചു. നിർഭാഗ്യവശാൽ ആനയുടെ വലിയിൽ പഴക്കുല സഹിതം സ്ത്രീ കമഴ്ന്നടിച്ച് വീണു. വീഴ്ചയുടെ ആഹ്ലാദവും ഭയവും മൂലം അവർ തൽക്ഷണം മരിക്കുകയും ചെയ്തു. മനസ്സറിയാതെ അവന് മേൽ അങ്ങനെ ഒരു കൊലപാതക കുറ്റവും വന്നു ചേർന്നു. തിരുനീലകണ്ഠൻ്റെ ഒന്നാം പാപ്പാനായ ഗോവിന്ദശാർക്ക് സ്വന്തം കുഞ്ഞിനോടെന്ന പോലെ വാത്സല്യമായിരുന്നു അവനോട്. അതിരാവിലെ എഴുന്നേറ്റ് മക്കളെ എന്ന് വിളിച്ച് അവനെ ഉണർത്തി വിസ്തരിച്ച് കുളിപ്പിക്കും. തീർത്ഥം നൽകി പ്രസാദം തൊടിയിക്കും. ശംഖു എന്ന ഓമനപ്പേര് വിളിക്കുമ്പോൾ ആ പർവ്വത ശരീരി ഒരു കുഞ്ഞി വാവയെപ്പോലെ കുണുങ്ങുന്നത് കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. സ്നേഹച്ചങ്ങലയാൽ മാത്രമേ അവനെ കെട്ടിയിരുന്നുള്ളൂ ഗോവിന്ദശാ. ആനത്തോട്ടി കാട്ടേണ്ട ആവശ്യം പോലും അവൻ ഉണ്ടാക്കിയിരുന്നില്ല. ചങ്ങലക്കെട്ടുകളുടെ വിലക്കുകളില്ലാതെ മതിലകത്ത് നടന്നിരുന്ന ആന ഉത്സവകാലത്ത് പോലും ഒരു ശല്യവും കാട്ടിയിട്ടില്ല. ഏത് പുരയിടത്തിൽ നിർത്തിയാലും അനുവാദമില്ലാതെ ഒരു ചെറു വാഴക്കൂമ്പ് പോലും ഒടിക്കുകയില്ല. അനുസരണശീലമുള്ള ഒരു നായ്ക്കുട്ടിയെപ്പോലെ ആ വലിയ മതിലകത്ത് അവൻ വാണു. പലപ്പോഴും ഗോവിന്ദശാരുടെ ഒപ്പം വീട്ടിലെത്തുന്ന ശംഖു അയാൾ നൽകുന്ന തീറ്റയും തിന്ന് സമാധാനത്തോടെ അവിടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്യും. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ ദാസനുണ്ടോ ചോറിന് മുട്ട്. പ്രാതൽ സദ്യയായി 3 പറയരിയുടെ ചോറ്, പായസം എന്നിവയെല്ലാം കൃത്യമായി അവന് കിട്ടും. ഗോവിന്ദാശാർ
ഉരുട്ടിക്കൊടുക്കുന്ന ഉരുളച്ചോറ് വാങ്ങിത്തിന്നേണ്ട ഭാരമേ ഉള്ളൂ. ഇനി ഗോവിന്ദഷാർ സ്ഥലത്തില്ലെങ്കിലോ പ്രധാന ദേഹണ്ടക്കാരനായ വെങ്കട്ടനമ്പരാൻ ആ കുറവ് നികത്തും. ചിലപ്പോൾ സദ്യ ഇല്ലാതെ വന്നാലോ അവനുള്ള ചോറ് അടുക്കളയിൽ കാണും. അവൻ്റെ പ്രിയപ്പെട്ട ദേഹണ്ടക്കാരൻ ശങ്കു എന്നുറക്കെ വിളിച്ച് സ്നേഹപൂർവ്വം ചോറുരുളകൾ ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കും. എന്തെങ്കിലും കാരണവശാൽ വയറ് നിറയെ ചോറ് കിട്ടിയില്ലെങ്കിൽ അവൻ നേരെ തഹസിൽദാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഉറക്കെ ചിഹ്നം വിളിക്കും. കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം ആവശ്യത്തിന് പഴവും ശർക്കരയും നാളികേരവും നൽകി അവനെ ആശ്വസിപ്പിക്കും. എഴുന്നള്ളിപ്പുള്ള കാലങ്ങളിൽ ആനക്കാർ തന്നെ വേണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും നെറ്റിപ്പട്ടം കെട്ടി അവനെ അണിയിച്ചൊരുക്കാം. പിൻകാലിലൂടെ കയറിയിറങ്ങണമെന്ന് മാത്രം. കൃത്യമായ ചിട്ടയോടെ എഴുന്നള്ളിപ്പ് നടത്താൻ ആനക്കാർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. കൂടെയുള്ള പാപ്പാൻ ഉറങ്ങിപ്പോയാലും അവരെ സാവധാനം ഉണർത്തി നടന്നു നീങ്ങാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ദീർഘസമയം നീണ്ടു നിൽക്കുന്ന മേളം, പ്രദക്ഷിണങ്ങൾ, ഓരോ താളവട്ടം കഴിയുമ്പോഴുമുള്ള നടപ്പും നിൽപ്പും ഒക്കെ അവന് മനപ്പാടമാണ്. പക്ഷേ ചെണ്ട പ്രദക്ഷിണം വടക്കേ നടയിലെത്തുമ്പോൾ അവൻ ഉറക്കെ രണ്ട് ചിഹ്നം വിളിയുണ്ട്. അത് കേട്ടാലുടൻ അവൻ്റെ പ്രിയഭാജനമായ പഴക്കുലകൾ മുന്നിലെത്തണം. 3-4 പഴക്കുലകൾ അകത്താക്കിയാൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും എഴുന്നള്ളത്ത് തുടരാം. പതിവ് വിഹിതം കിട്ടിയില്ലെങ്കിലോ കാണാം കളി. അവൻ നേരെ പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിമരച്ചുവട്ടിലെത്തി 4 കാല് മടക്കും. ഗോവിന്ദഷാർ പറഞ്ഞാൽ പോലും പിന്നെ അവൻ കൂട്ടാക്കില്ല. ഇന്ന് ഇത്ര മതി അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗോവിന്ദഷാർ കൂടുതൽ നിർബന്ധിച്ച് മാനം കളയാൻ നോക്കാറുമില്ല. വൈക്കത്തപ്പന് സ്വന്തമാകും മുമ്പ് നീലകണ്ഠൻ ഏറ്റുമാനൂരിലായിരുന്നല്ലോ. അവൻ മുടങ്ങാതെ ഏറ്റുമാനൂർ ഉത്സവത്തിന് പങ്കുചേരാറുണ്ട്. ഒരിക്കൽ ആറാട്ട് എഴുന്നള്ളിച്ചു പോകുമ്പോൾ നടവഴിയിലുള്ള ഊവിന് മുകളിലുള്ള കല്ലിന്മേൽ അറിയാതെ ചവിട്ടാനിടയായി. കാൽ കുഴിയിൽ അകപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പിറ്റേ വർഷം മുതൽ ആ സ്ഥാനത്ത് ചെന്നാൽ മറക്കാതെ കാൽ അകത്തിവെക്കാൻ ബുദ്ധിശാലിയായ ആ കൊമ്പന് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരാറില്ല. കൂട്ടാനകൾക്ക് എന്നും അവൻ പ്രിയങ്കരനായിരുന്നു. വിശന്നു നിൽക്കുന്ന കുട്ടിയാനകൾക്ക് തീറ്റയുടെ പങ്ക് നൽകാൻ അവൻ ഒരിക്കലും മടിച്ചിരുന്നില്ല. വേലായുധനോട് അവനുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യ. കൂട്ടാനകളെ കുത്തുന്ന കൊലക്കൊമ്പന്മാരെ അവനൊട്ട് വെറുതെ വിടുകയുമില്ല. നല്ലവർക്ക് നല്ലവനും കുഴപ്പക്കാർക്ക് ഒത്ത എതിരാളിയുമായിരുന്നു അവൻ. വേലായുധൻ്റെ കാലശേഷം മറ്റ് പല ആനകളും അവനോടൊപ്പം എഴുന്നള്ളത്തിന് അണിനിരന്നിട്ടുണ്ട്. ഒരു കൊല്ലം അഷ്ടമിക്ക് വൈക്കത്തപ്പൻ്റെ തിടമ്പേറ്റിയത് ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരം വക ഗജവീരനാണ്. ഉദയനാപുരത്തപ്പനെ ശിരസിലേറ്റിയത് നമ്മുടെ നീലകണ്ഠൻ. കൊട്ടാരം വക ആന കാഴ്ചയിൽ അതിഗംഭീരനായിരുന്നു. കൂട്ടാനകളെ തെല്ലും വകവയ്ക്കാതെ ആ കരിവീരന് നീലകണ്ഠനെ അത്ര പിടിച്ചില്ല. അവൻ വാലു വളച്ച് മുന്നോട്ടൊരു ചാട്ടം. കാഴ്ചക്കാരും തീവെട്ടിക്കാരും മേളക്കാരും നാലുപാടും ചിതറിയോടി. നീലകണ്ഠൻ മാത്രം നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. ഗോവിന്ദശാരുമുണ്ട് ഒപ്പം. രണ്ടും കൽപ്പിച്ച് പാഞ്ഞു വരുന്ന ആനയെ കണ്ട് അവനും തയ്യാറെടുപ്പോടെയാണ് നിന്നത്. ഗോവിന്ദശാരുടെ കാരവടി മേടിച്ചെടുത്ത് ഒരുങ്ങി നിന്ന നീലകണ്ഠനെ കുത്താനായി കൊട്ടാരം ഗജവീരൻ അടുത്തു ചെന്നപ്പോഴുണ്ട് നമ്മുടെ ചങ്ങാതി കാരക്കോലിനാൽ എതിരാളിക്ക് നല്ലൊരു പെട കൊടുത്തു. അതും സ്ഥാനത്ത് തന്നെ. കാറ്റുപോയ ബലൂൺ പോലെ ആ ഗജപോക്കിരി പറന്നു ഓടിച്ചെന്ന് ബലികൽപ്പുരയിൽ കയറി വിറച്ചു നിന്നു. പാവം, ഞാനൊന്നും അറിഞ്ഞില്ല എൻ്റെ വൈക്കത്തപ്പ എന്ന മട്ടിൽ നീലകണ്ഠൻ അവിടെ തന്നെ നിവർന്നു നിന്നു. പേടിച്ചുപോയ കരിവീരനുണ്ടോ ബലികൽപ്പുരയിൽ നിന്നിറങ്ങുന്നു. ആനക്കാർ പഠിച്ച പണി 18 നോക്കി സുല്ലിട്ടു. ഒടുവിൽ മറ്റൊരാനയെ കൊണ്ടുവരേണ്ടി വന്നു എഴുന്നള്ളത്ത് പൂർത്തിയാക്കാൻ. നീലകണ്ഠൻ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പായിട്ടേ ആ ആന ബലിക്കൽപ്പുര വിട്ട് പുറത്തിറങ്ങിയുള്ളൂ. അതിനുശേഷം ആ കൂട്ടാന കുറുമ്പ് തീരെ ഉപേക്ഷിച്ച് മര്യാദരാമനായി മാറി. തിരുവിതാംകൂറിൻ്റെ അഭിമാനമായ നീലകണ്ഠനെ തേടി പലരും വരാറുണ്ട്. തൃശ്ശൂർ, ആറാട്ടുപുഴ പൂരങ്ങൾ, തൃപ്പൂണിത്തുറ ഉത്സവം,
എന്നിവയ്ക്ക് അവനെ പലപ്പോഴും നിർബന്ധപൂർവ്വം ക്ഷണിക്കാറുണ്ട്. പക്ഷേ തിരുവിതാംകൂർ വിട്ട് അവനെ എവിടേക്കും വിടാറേയില്ല. കൊച്ചി മഹാരാജാവിൻ്റെ അഭ്യർത്ഥനയും പ്രലോഭനങ്ങളും പലകുറി ഉണ്ടായിട്ടും ആനയെ തൃപ്പൂണിത്തുറയ്ക്ക് പോലും അവർ കൊണ്ടുപോകാറില്ലായിരുന്നു. എല്ലാ യോഗ്യതയും തികഞ്ഞ തിരുനീലകണ്ഠനെ തൃപ്പൂണിത്തുറയിൽ ഒരു ദിവസമെങ്കിലും എഴുന്നള്ളിച്ച് കാണണമെന്ന് കലശലായ മുഖമുണ്ടായപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ പേരിൽ ഒരു കളഭവും വിളക്കും നേർന്ന് പ്രത്യേകം അവിടേക്ക് ക്ഷണിച്ചു വരുത്തി. രാജകൽപ്പന അനുസരിച്ച് ഗോവിന്ദഷാർ അവനെയും കൊണ്ട് തൃപ്പൂണിത്തുറ എത്തി. കണ്ണേറ് തട്ടിയതാണോ, യാത്രാക്ഷീണമാണോ, എന്തായാലും ആനയ്ക്ക് എന്തോ ദീനം പിടിച്ചു. അത് തീറ്റയെടുക്കാതെ വെള്ളം കുടിക്കാതെ തളർന്നു കിടന്നു. ഒട്ടേറെ ചികിത്സയും വഴിപാടും മന്ത്രതന്ത്രാദികളും നടത്തിയിട്ടാണ് അവൻ്റെ രോഗം ശമിച്ചത്. ആര് പറഞ്ഞാലും ഇനി അന്യനാട്ടിലേക്കൊരു യാത്രയ്ക്ക് തങ്ങളില്ലെന്ന് ഗോവിന്ദഷാർ അന്ന് ഉറപ്പിച്ചു. പിതൃതുല്യനായ വാത്സല്യത്തോടെ ശംഖുവിനെ പരിപാലിച്ച ഗോവിന്ദഷാരെ ഓർക്കാപ്പുറത്ത് അവൻ തട്ടിയിട്ട സംഭവം ഒരിക്കൽ ഉണ്ടായി. വൈക്കത്തപ്പൻ്റെ സ്വർണ്ണ നെറ്റിപ്പട്ടത്തിൻ്റെ കുമിളുകളിൽ ഒന്ന് കുത്തുവിട്ട് തൂങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗോവിന്ദഷാർ സ്വർണ്ണക്കുമിള് പറിച്ചെടുക്കാനായി കൈ പൊക്കിയപ്പോൾ നീലകണ്ഠൻ അയാൾക്ക് കൊമ്പുകൊണ്ട് പതുക്കെ ഒരു തട്ട് കൊടുത്തു. എത്ര സാവധാനമായാലും തട്ടിയത് ആനയല്ലേ, ചതിച്ചല്ലോടാ പൊന്നുമക്കളെ എന്നുറക്കെ കരഞ്ഞുകൊണ്ട് ഗോവിന്ദഷാർ ദൂരെ തെറിച്ചു വീണു. തിടമ്പ് ശുദ്ധം മാറരുതെന്ന് കരുതി താൻ ചെയ്ത സാഹസം പാപ്പാനെ വേദനിപ്പിച്ചതുകൊണ്ട് നീലകണ്ഠനും പകച്ചുപോയി. വളർത്തച്ഛനരികിലെത്തിയ അവൻ ദുഃഖസൂചകമായ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അനങ്ങാതെ നിന്നു. വീഴ്ചയുടെ ശക്തിയാൽ ബോധം കെട്ടുപോയ ഗോവിന്ദഷാർ ഉണർന്നപ്പോൾ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ശംഖുവിനെയാണ് കണ്ടത്. മക്കള് ചെല്ല്, വൈക്കത്തപ്പൻ്റെ എഴുന്നള്ളത്ത് മുടക്കരുത്, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ അവിടെ നിന്നും നടന്ന് എഴുന്നള്ളത്ത് പൂർത്തിയാക്കി. എഴുന്നള്ളത്ത് കഴിഞ്ഞ ഉടനെ അവൻ ഗോവിന്ദഷാരുടെ വീട്ടുമുറ്റത്തെത്തി. കുറ്റബോധത്തോടെ ആ വളപ്പിൽ അവൻ നിന്നു. നിത്യ ശിവേലിക്ക് പോയി ഉടൻ തിരിച്ചെത്തി. ഗോവിന്ദഷാരെ കാണാതെ അവന് സമാധാനമായില്ല. തിരുനീലകണ്ഠൻ്റെ കാര്യത്തിൽ ഗോവിന്ദഷാർക്കുള്ള ശ്രദ്ധ മറ്റ് പാപ്പാന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഗോവിന്ദഷാരുടെ അഭാവത്തിൽ രണ്ടാം ചട്ടക്കാരനായ ശംഖുഷാർ അവനെയും കൊണ്ട് പുഴ കടന്ന് മറുകരയിലേക്ക് പുറപ്പെട്ടു. അക്കരെ കടന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തിരിച്ചിങ്ങോട്ട് നീന്തിയാണ് പോന്നത്. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അവശനായ അവൻ ഒരുവിധം നീന്തി കരപറ്റി. അപ്പോഴേക്കും ഗോവിന്ദഷാരും സ്ഥലത്തെത്തി. സ്വന്തം സഹചാരിയായ അയാൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി. അധിക ദൂരം നടക്കാൻ പോലും കഴിയാതെ നീലകണ്ഠനെ ഒട്ടേറെ പണിപ്പെട്ട് അടുത്തുള്ള പുരയിടത്തിൽ എത്തിച്ച ഗോവിന്ദഷാർ എത്ര നിർബന്ധിച്ചിട്ടും സ്നേഹപൂർവ്വം ശാസിച്ചിട്ടും ഒരു പഴം പോലും തിന്നാൻ അവൻ കൂട്ടാക്കിയില്ല. പാവം ഗോവിന്ദഷാർ. അയാൾ ചങ്ക് പൊട്ടി നിലവിളിച്ചു, മക്കളെ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് അയാൾ ആ മരച്ചുവട്ടിൽ തളർന്നിരുന്നു. തൊട്ടും തലോടിയും ആ സാധു ഉറക്കമിളച്ച് ആനയെ ശുശ്രൂഷിച്ചു. ഒടുവിൽ ആ കണ്ണുകൾ അടഞ്ഞു. ഗോവിന്ദഷാരുടെ നിലവിളി അവിടെ മാറ്റിലി കൊണ്ടു. സ്വന്തം കുഞ്ഞിനെ വേർപെട്ട പിതാവിനെപ്പോലെ അയാൾ തേങ്ങി. ഇത്രയുമാണ് കഥ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇത് ഐതിഹ്യമാലയിലെ ആനക്കഥകൾ എന്ന് പറഞ്ഞ ഹരീഷാർ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ആനക്കഥയാണ്. ആനയെ ഇഷ്ടമാണ് നമുക്ക്, അല്ലേ? കേരളീയർക്കൊക്കെ ആനയെ ഇഷ്ടമാണ്. അതുകണക്കിന് നമുക്ക് ആനക്കഥകളും വളരെ ഇഷ്ടമാണ്. ഇതിനകത്ത് ആന കാണിച്ച ചില അബദ്ധങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അതൊരു കൃത്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആഹ്ലാദം പൂർണ്ണതോതിൽ അത് മനസ്സിലാക്കാറില്ല. അതിൻ്റെ ഒരു ദേഷ്യത്തിലോ അബദ്ധത്തിലോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നിത്യവും കാണുന്ന വാർത്ത അല്ലെങ്കിൽ വായിക്കുന്ന വാർത്ത, എത്ര ആദിവാസികളെ ദിവസം കൊന്നു, അല്ലെങ്കിൽ ഒരു ഊരിൽ തന്നെ എത്രയോ ആദിവാസികൾ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ആനയുടെ ചവിട്ടേറ്റും, അല്ലേ, ആക്രമണത്താലും ഒക്കെ മരിച്ച എത്രയോ സംഭവങ്ങൾ. ആദിവാസികളായ ഭാര്യയും ഭർത്താവും മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ചവിട്ടി കൊല്ലുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് പലപ്പോഴും, അല്ലേ, കാട്ടിൻ്റെ അതിർത്തികളിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളത്. ഇത് നാട്ടാനയെക്കുറിച്ചാണ്, നാട്ടിൽ മരിക്കിയ ഒരു ആനയെക്കുറിച്ചുള്ള കഥയാണ്. എങ്കിൽ കൂടി അത് പലപ്പോഴും ഒന്ന് തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ, അല്ലേ, അതിനേക്കാളൊക്കെ എത്രയോ ചെറുതായ മനുഷ്യൻ, അല്ലേ, മരണത്തിന് കീഴ്പ്പെടാറുണ്ട്. ചിലപ്പോൾ അതൊന്ന് വരട്ടാൻ നോക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ അത് ചെയ്യുന്നതാകാം.
എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് നാട്ടിൽ വളരേണ്ട മൃഗമല്ല, കാട്ടിൽ തന്നെ വളരേണ്ട മൃഗമാണ്. അതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവൃത്തികളിൽ നിന്നൊക്കെ കാട്ടിൽ ജീവിക്കേണ്ട മൃഗങ്ങൾ കാട്ടിൽ തന്നെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. നമ്മളിങ്ങനെ മൃഗങ്ങളെയൊക്കെ അല്ലേ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയും, ഇപ്പോൾ സർക്കസിലൊന്നും മൃഗങ്ങളെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ മാറ്റങ്ങളൊക്കെ എന്തായാലും സംഭവിക്കട്ടെ. കാട്ടിൽ അവർക്കൊരു നല്ല പാർപ്പിടവും സൗകര്യമൊക്കെ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എണ്ണത്തിൽ പെരുകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കണം. അതും വളരെ കൃത്യതയോടെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അതിന് ഭക്ഷണം കിട്ടാതെയും അല്ലെങ്കിൽ വെള്ളം ലഭിക്കാതെയും ഒരു പ്രദേശത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനപ്പുറം എണ്ണത്തിൽ മൃഗങ്ങൾ വളർന്നാൽ തീർച്ചയായിട്ടും അത് മനുഷ്യർ പാർക്കുന്ന ഇടത്തേക്ക് ആഹാരവും വെള്ളവും ഒക്കെ അന്വേഷിച്ച് വരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ അല്ലേ നിയന്ത്രണവും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പന്നികളുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത്, പന്നികൾ ധാരാളം കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് വരികയാണ്. അത്രയ്ക്ക് അത് എണ്ണത്തിലൊക്കെ കൂടി കൂട്ടത്തോടെ വരുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നത് അത്തരം എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വളർച്ചയുണ്ടാകുന്നു എന്നൊക്കെയാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്ര നേരം എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.